പച്ച കൊള്ളി ഖബറിന്റെ മേലെ കുത്തി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇന്നഹുമാ ലയുഖഫഫാനി അൻഹുമാ, ഈ രണ്ട് കൊള്ളികളും ശിക്ഷ അനുഭവിക്കുന്ന ഈ ഖബർ ആളുകൾക്ക് ശിക്ഷയിൽ നിന്ന് ലഘൂകരണം കൊടുക്കും, ശമനം കൊടുക്കും. മാലം യൈബസ, ഉണങ്ങാത്ത കാലത്തോളം, ഉണങ്ങാത്തത് വരെ തസ്ബീഹ് ചൊല്ലും. ഖബറിന്റെ മേലെ കുത്തിയ ആ കൊള്ളി അത് പിന്നെ മരത്തടിയായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചു വരും അല്ലേ? ഓരോ മാസമാകുമ്പോ നമുക്കത് കവാത്തെടുക്കണം. പഴയ കാലത്തൊന്നും ആളുകൾ തൊടാനാക്കൂല, ആക്കോ? ആൾക്കാരെ ഇൽമും തഖ്വയും അന്ന് അങ്ങനെയായിരുന്നു. എന്റെ വാപ്പാന്റെ മേലെ കുത്തി ആ മരത്തിന്റെ തടി അത് എത്ര മേലോട്ട് പോയാലും വെട്ടാൻ പാടില്ല, മുറിക്കാൻ പാടില്ല എന്ന് പറയും. ഇന്നോ ഇതിപ്പോ ജമാഅത്തുൽ ഉഖറ റജബും ഷാബാനും നോക്കി എല്ലാ പള്ളിപ്പറമ്പും കവാത്തെടുത്തൊരു മൊട്ടക്കുന്ന് പോലെ ഉണ്ടാവും. ആളുകളെ ഇൽമിന്റെ കുറവാ. സഹോദരങ്ങളെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോ ഈ പള്ളിക്കാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ എന്ത് ചെയ്യണം എന്നതിന് വരെ മസ്അല പഠിപ്പിച്ചില്ലേ? ആ നാട്ടിന്റെ പതിവ് അത് പള്ളിയുടെ മസ്ലഹത്തിന് വേണ്ടി എടുക്കലാണെങ്കിൽ അങ്ങനെ എടുക്കണം, ഖബറാളിക്ക് കൂലിയല്ലേ. അതല്ല, ചില നാട്ടിലൊക്കെ അത് മുത്തല്ലിമീങ്ങൾ ഭക്ഷിച്ചോട്ടെ എന്നായിരിക്കും, നേരത്തെ തന്നെ അങ്ങനെ ആയിരിക്കും പോരാ. ചക്കയും മാങ്ങയെന്നൊക്കെ അങ്ങനല്ലേ, അത് അവരെടുത്തോട്ടെ എന്ന്. ചിലപ്പോ ചില നാട്ടിലൊക്കെ അത് ലേലം വിളിച്ചിട്ട് നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് അതിന്റെ വിഹിതം കൊടുക്കും, മിസ്കീന്മാർക്കും സാധുക്കൾക്കും യതീമുകൾക്കും. ആ ആദത്ത് പോലെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന് മസ്അല പറയുമ്പോ ഇതൊക്കെ ഈ ഫലവൃക്ഷങ്ങൾ നിലനിർത്തണമെന്നല്ലേ, വെട്ടി കശാപ്പാക്കിയ പിന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് എടുക്കാൻ പാടില്ല, അത് മയ്യിത്തിന്റെ ഹക്കല്ലേ. ഖബറിന്റെ മേലെ ഇട്ട പൂവിനെ പറ്റി പറഞ്ഞില്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു? ഖബറിന്റെ മേലെ ഒരാൾ കുറച്ച് പൂ കൊണ്ടിട്ടു. പൂ കൊണ്ടിടുന്നത് നല്ലതാ. നല്ല മണമുള്ള പൂവാണെങ്കിൽ വരുന്ന ആളുകൾക്കൊക്കെ നല്ല മണം കിട്ടൂലേ. നല്ല മുല്ലപ്പൂ കൊണ്ടിട്ട് ഖബറിന്റെ മേലെ തെറ്റല്ല. ഖബറിന്റെ മേലെ പൂവിടുന്നത് സിയാറത്തിന് വരുന്ന ആളുകൾക്കും അവിടെ വരുന്ന മലക്കുകൾക്കും എല്ലാവർക്കും സന്തോഷമുള്ളതല്ലേ. ആ പൂവിൽ നിന്ന് വരുന്ന വാസന അത് കണ്ടില്ലേ നിങ്ങൾ? പുറത്തൊക്കെ നമ്മൾ പോയ അജ്മീറിലോ കാണാം, ഒരുപാട് പൂ കൊണ്ടിട്ടിട്ട് അല്ലേ? ഖജാ തങ്ങളെ ഖബറിന്റെ മേലൊക്കെ എത്ര പൂവാ. ഈ പൂ കൊണ്ടുപോയിരുന്നത് ഇടാൻ പറ്റോ ഇല്ലേ? അതാ മയ്യത്തിന്റെ ഹക്കാണ്, എടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ആ അടിയിൽ കിടക്കുന്ന ആളെ ഹക്കാണ്, അവകാശാണ്. മേലെ മുളച്ച പുല്ലുകളും ഒക്കെ അങ്ങനെയാണ്. ചുറ്റുഭാഗവും ഒരുപക്ഷെ വടിയോ മറ്റൊക്കെ വൃത്തിയാക്കാൻ നടന്നു വരാൻ. പക്ഷേ ഖബറിന്റെ മേലെ കുത്തിവെച്ച ആ കൊള്ളിയുണ്ടല്ലോ, മരത്തടി, അതിങ്ങനെ വളർന്ന് മരങ്ങളായി ശിഖരങ്ങളായി വരുമ്പോ കണക്കാക്കാൻ കഴിയാത്ത അത്രയും ഇലകളുണ്ടോ. താഴെ കിടക്കുന്ന മനുഷ്യന് വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. ഈ ഇലകളൊക്കെ ചൊല്ലുന്ന തസ്ബീഹുണ്ട്, ഈ മരത്തടിയുടെ തസ്ബീഹുണ്ട്, അതിന്റെ ഉള്ളിലെ ഓരോ ശിഖരങ്ങൾക്കും തസ്ബീഹുണ്ട്. ആ തസ്ബീഹ് കൊണ്ട് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വല്ലിപ്പമാര്, വല്ലിമ്മമാര്, ഉമ്മാമ്മമാര് അവരെ ഖബറിന്റെ മേലെ നല്ല ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ച് അതിങ്ങനെ വളർന്ന് വലുതായി വരുമ്പോ അത് മുറിച്ചുകൊണ്ട് നശിപ്പിക്കരുത്. സൗകര്യപ്രദമാണ് എന്ന് കരുതിയിട്ട് ഒന്നാകെ വെട്ടിത്തകർക്കരുത്. വരുന്ന വഴി, ഖബർസ്ഥാനിലേക്ക് വരുന്ന വഴി നടന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി വെട്ടി വൃത്തിയാക്കണം. അതേ സമയത്ത് മീസാൻ കല്ലിന്റെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചെടി കുത്തിവെക്കാറുണ്ട്. അത് അവിടെ തന്നെ നിർത്തണം. അത് വളർന്ന് വികസിച്ച് വലുതായി വരണം. വിവരക്കുറവ് കൊണ്ട് വെട്ടിയിട്ട് കശാപ്പ് ചെയ്യരുത്. നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണത് സൂക്ഷിക്കേണ്ടത്. എത്ര ഖബറുകളാ സഹോദരങ്ങളെ നമ്മുടെ റോഡിന്റെ വികസനത്തിൽ പോയത്. എത്ര ആളുകളെ ഖബറുകളാ നഷ്ടപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്. വാഹനം ഓടിച്ചു പോകുമ്പോ പലപ്പോഴും ഖബറിന്റെ മേലെ കൂടെ വാഹനം പോകുന്നു. എത്ര അത് വലിയ വലിയ കറാമത്തുള്ള മഹാന്മാർതാണെങ്കിൽ തൊടാൻ ആൾക്കാർക്ക് പേടിയായിരിക്കും. ഗുജറാത്തിൽ പോലും നിങ്ങൾ കണ്ടില്ലേ, റോഡിന്റെ നടുവിലൊരു മഖബറ. വലത്തെ ഭാഗത്തൂടി ഇടത്തെ ഭാഗത്തൂടി വാഹനം അങ്ങനെ പോവുകയാണ്. അത് പൊളിക്കാൻ വേണ്ടി നല്ല നിയ്യത്താക്കിയിട്ട് ഉഷാറായി ചെന്ന ആള് അയാൾക്ക് പൊളിക്കാൻ കഴിയാതെ അയാൾ തിരിച്ചു പോന്നു, അപകടം പറ്റിയിട്ട്. പിന്നെ ആരും തൊട്ടിട്ടില്ല, തൊടാൻ പേടിയില്ലായിരിക്കും. പേരൊന്നും അറിയപ്പെടൂല, ആളൊന്നും അറിയപ്പെടുന്നില്ല. ആളൊക്കെ അങ്ങനെ അറിഞ്ഞാൽ മതി. മഹത്തോണ്ട് തിരിയുമ്പോ ഒക്കെ തിരിയും. അങ്ങനെയാണ്. ആളെ മഹത്വം കൊണ്ട് അറിയുമ്പോ എല്ലാം അറിയും. അപ്പൊ അവരെ എതിർക്കാനും അവരവിടുന്ന് തട്ടിത്തെറിപ്പിക്കാനും വരുമ്പോ കാര്യങ്ങളൊക്കെ അറിയും.
ആളുകൾക്ക് എന്ത്, വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എന്ത് മഖ്ബറ, എന്ത് മഖാമ്? നന്മകളിൽ സജീവമാകണം. വകാനൂ ലനാ ഖാശിഈൻ. നല്ല ഭക്തിയോടെ ജീവിച്ചവരായിരുന്നു മഹാന്മാർ. നമ്മുടെ ജീവിതത്തിൽ ഭക്തി വേണം, നിസ്കാരത്തിൽ ഭക്തി വേണം, ഖുർആനോത്തിൽ ഭക്തി വേണം, മൗലിദ് ഓതുമ്പോ ഭക്തി വേണം. എല്ലാ സുഹൃതങ്ങളുടെയും വലിയ സൗന്ദര്യമാണ് ഖുശൂഅ്. ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഖുശൂഅ്. ആ ഭക്തിയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന സ്വീകാര്യത ചെറുതല്ല, വളരെ വലുതാണ്. അല്ലാഹു നമുക്ക് ഖുശൂഅ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് വരകളുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കരുത്. പൂക്കളും ചിത്രങ്ങളും വരകളൊക്കെ ഉള്ളത് വരച്ച് നിസ്കരിച്ചാൽ കറാഹത്തല്ലേ? എന്താ അങ്ങനെ നിസ്കരിക്കരുത് എന്ന് പറയാൻ കാരണം? ശ്രദ്ധ മാറിപ്പോകും. മുസല്ലയും ചിത്രങ്ങളില്ലാത്ത മുസല്ലയാണ് ഏറ്റവും നല്ലത്. അതാ നല്ലത്. അത് കാർപ്പറ്റ് ആണെങ്കിലും നല്ലത് തന്നെ, ചിത്രങ്ങളൊന്നും ഇല്ലാത്ത കാർപ്പറ്റ്. പള്ളിയുടെ ഉൾഭാഗങ്ങളിൽ എഴുത്തുകുത്തുകൾ, ഖിബലയുടെ ഭാഗത്തൊന്നും എഴുത്തുകുത്തുകൾ വരാൻ പാടില്ല. അതും പണ്ഡിതന്മാർ പഠിപ്പിച്ചു, കറാഹത്താണ്. ചില ആളുകൾ പള്ളിന്റെ ഉള്ളിൽ അസ്മാഉൽ ഹുസ്ന മൊത്തം അങ്ങോട്ട് എഴുതി വെക്കും. 4 റക്അത്ത് ദീനിനടക്ക് നിസ്കരിക്കുന്ന ആള് സുബ്ഹാനല്ലാഹി, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ ഒക്കെ വായിച്ചു തീരും. അയാളെ നാവുകൊണ്ട് ഫാത്തിഹയും ഇഖ്ലാസൊക്കെ ഓതി തസ്ബീഹ് ചെല്ലുന്നുണ്ടാവും, കൽബിൽ ഇത് വായനയായിരിക്കും. ശ്രദ്ധ പോകണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞത്. അപ്പുറത്തപ്പുറത്തോ സൗകര്യപൂർവ്വം ആളുകൾക്ക് വായിക്കണമെങ്കിൽ എഴുതിച്ചോട്ടെ, കേക്കോട്ടും മറ്റും തിരിഞ്ഞു നിസ്കരിക്കൂലല്ലോ. ഇത് നേരെ മുന്നിൽ തന്നെ എന്തൊരു എഴുത്താണ്, ആയത്തും മറ്റതൊക്കെ. അത് വളച്ചിട്ടും ചിരിച്ചിട്ടും എഴുതിയാല് തിരിയാത്ത ആള് ചിലപ്പോൾ ആള് തിരിഞ്ഞു നോക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പൊ അത്. അത് ചെരിച്ചാണ് എഴുതിയത്. അതുകൊണ്ട് നേർക്ക് നോക്കിയിട്ട് അക്ഷരം തിരിയുന്നില്ല, ചെരിച്ചല്ലേ എഴുതിയത്. അപ്പൊ ചെരിഞ്ഞു നോക്കട്ടെ എന്ന് ചിലപ്പോ ഇങ്ങനെയും നോക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് നിസ്കാരം എവിടെത്തിപ്പോയി. പഴയ കാലത്തെ പള്ളികളിൽ ഒന്നും അങ്ങനത്തെ എത്തുകുത്ത് കാണൂല, കാണൂല. ഒരു ജനൽമോൽ പോലും ഒരു കമ്പിയിൽ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് അള്ളാഹു എന്നുള്ളതും അപ്പുറത്തുള്ള ഒരു മുഹമ്മദ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതണോ ഏതെന്ന് നോക്കുമ്പോ തന്നെ പഴമക്കാര് പറയും, അത് അവിടെ കൊടുക്കണ്ട, സൈഡിലൊക്കെ നിന്നോട്ടെ, ഒരു ബഹുമാനത്തിന്. മുന്നിൽ ആളുകൾ കൈയ്യട്ടി നിസ്കരിക്കുന്ന സ്ഥലം. ഇന്ന് എന്തെല്ലാമാണ് മുന്നിൽ. ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ക്ലോക്ക് ഒരു വക, പിന്നെ കലണ്ടർ വേറൊരു വക, പിന്നെ ഇത്തിക്കാഫിന്റെ നിയത്ത് ഒന്ന്, മൊബൈൽ ഫോൺ ഓഫാക്കണമെന്ന് വേറെ, മടമ്പ് ശരിയാക്കണം എന്നത് വേറെ, എന്തെല്ലാം അനൗൺസ്മെന്റ്. ഇതൊക്കെ ഏകദേശം വായിച്ചു തീരുമ്പോഴേക്കും അത്തഹിയാത്തിലെത്തും. അപ്പൊ അതിലേക്കൊന്നും ശ്രദ്ധ പോകുന്ന വിധം അങ്ങനൊന്നും എഴുതി വെക്കാതിരിക്കലാണ് നല്ലത്. നിസ്കരിക്കുന്ന ആള് വെള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കണം. നിസ്കാര കുപ്പായം കണ്ടില്ലേ നിങ്ങൾ? ഏതാ അതിന്റെ കളർ കൂടുതൽ? വെള്ളല്ലേ? നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ നിസ്കാര കുപ്പായം വാങ്ങുന്നൊക്കെ വെള്ളല്ലേ? എന്താ വേറെ കളർ കൊണ്ടൊന്നും അടിച്ച നിസ്കാര കുപ്പായം ആകത്തോണ്ടാ? അതാണ് ഉത്തമം. ആ വെള്ള വസ്ത്രത്തിൽ നിസ്കരിക്കുമ്പോഴാണ് വലിയ ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാര് വെള്ള വസ്ത്രത്തിൽ നല്ല മക്കനയും മുടിയൊന്നും കാണാത്ത രീതിയിൽ, കാലൊന്നും കാണാത്ത രീതിയിലുള്ള നല്ല മറവോടെയുള്ള നിസ്കാര കുപ്പായത്തിൽ